ഇന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രാവലായിരുന്നേ. വീട്ടിൽ നിന്നൊരു 10-12 കിലോമീറ്ററിനപ്പുറം വടക്കാഞ്ചേരിക്ക് അടുത്തായിട്ടാണ് ഇത് വരുന്നത്. ഇത് ചെപ്പാറ റോക്ക് ഗാർഡൻ എന്നാണ് ഇതിന് പറയുന്നത്. ചെപ്പാറയാണോ ചേപ്പാറയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഞാൻ കയറുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹൈറ്റിലാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും കുത്തനെയുള്ള മലയൊന്നുമല്ല, നല്ല പരന്ന് കിടക്കുന്ന പ്രദേശമാണ്. നമുക്ക് ഒരു പ്രയാസമില്ലാതെ നടക്കാൻ പറ്റുന്ന മലയാണ് കേട്ടോ. പാറക്കെട്ടുകളോ ഉരുളൻകല്ലുകളോ അങ്ങനെയൊന്നുമില്ല, പരന്നൊരു പാറയാണ്. കാണുമ്പോൾ മനസ്സിലാവും അത് ഒത്തിരി ദൂരെ അങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലം. ഞങ്ങളാണെങ്കിൽ ചെന്നത് 1 മണിക്കായിരുന്നു. പക്ഷേ ക്ലൈമറ്റ് നല്ല അടിപൊളിയായിരുന്നു. മഴക്കാറൊക്കെ മൂടി നിൽക്കുന്നതായതുകൊണ്ട് ഒട്ടും വെയിലും ഉണ്ടായിരുന്നില്ല, പാറയ്ക്ക് തീരെ ചൂടും ഉണ്ടായിരുന്നില്ല. അല്ലാത്ത സീസണിൽ വരുന്നവർക്ക് കുറച്ചും കൂടി രാവിലെയും വൈകുന്നേരം സൺസെറ്റിൻ്റെ ടൈമിലൊക്കെ വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എൻ്റെ മോളവിടെ ഒരുപാട് നേരം ഓടിക്കളിച്ച് നടക്കുമായിരുന്നു. അവസാനം പോകാം ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കുന്നില്ല. അവൾ വാശി പിടിച്ച് നോന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. ഒട്ടും തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾ പോയപ്പോൾ അവിടെ 1-2 കപ്പിൾസും പിന്നെ 2-3 ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ, അത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ഉച്ച സമയം ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എനിക്കവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും തോന്നിയില്ല. അധികം വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അധികം ആരും വരാത്തൊരു സ്ഥലമായിരിക്കും. പക്ഷേ നല്ല അടിപൊളി സ്പോട്ടാണ്. നമുക്ക് ഒന്ന് വന്നിരുന്ന് സംസാരിക്കാനോ കമ്പനി കൂടാനോ ഒക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇത്രയും നല്ല സ്ഥലത്തോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയില്ല. അതുമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യായിരുന്നു. പക്ഷെ അതൊക്കെ പോയി. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴി കണ്ട ഒരു ഡാമാണ് കേട്ടോ ഇത്. ഈ ഡാമിൻ്റെ പേര് പത്താഴക്കുണ്ട് ഡാം എന്നാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു. വെള്ളം ഇല്ലെങ്കിലും കാണാൻ ആ ചുറ്റുഭാഗമൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നറിയോ. സമയം ഇല്ലാഞ്ഞുകൊണ്ടാണ് ഇറങ്ങാഞ്ഞത്, ഇല്ലെങ്കിൽ അവിടെ ഇറങ്ങിയേനെ. നല്ല സൂപ്പർ സ്ഥലമാണ്. നിറയെ പൂക്കളൊക്കെ പിടിച്ച് കിടപ്പുണ്ട്, കമ്മൽ പൂവൊക്കെ. നല്ല അടിപൊളി പ്ലേസ്.